ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ റീസ്റ്റോറേഷൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനൊരു സ്ഥലത്താണ് റീസ്റ്റോറേഷൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ 34 സീറ്റ് വണ്ടിയാണ്, കിണ്ണങ്ങാച്ചി ക്യാബിനൊക്കെ കയറിയ വണ്ടിയാണ് നമ്മളെ വണ്ടി. ഇതോട്ട് ആദ്യമായിട്ടുണ്ട് 34 സീറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ 50 സീറ്റ് വണ്ടി എടുത്തേക്കുണ്ടെങ്കിൽ നമ്മളടുത്ത് 34 സീറ്റില്ല. ബട്ട് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ള വണ്ടിയും നമ്മൾ നേരത്തെ മറ്റേ ടർബോ, അതായത് നമ്മളെ ഗ്യാങ് ബോയ്സിൻ്റെ ടർബോ, പിന്നെ ഗ്യാങ് ബോയ്സ് നമ്മൾ അമേരിക്കൻ്റെ ആ വണ്ടീൻ്റെ പോലത്തെ ഒരു വണ്ടി, പിന്നെ ഈ 34 സീറ്റ് വണ്ടി മാത്രമേ നമ്മളെ എടുത്തുള്ളൂ. മറ്റേ ആ വണ്ടികളൊക്കെ വിറ്റിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഫണ്ടിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ വിറ്റിട്ട്, കാരണം എന്താ വെച്ചാൽ പഴയ ബസ്സുകളാണ്. പിന്നെ പുതിയൊരു ചേസും കൂടി നമ്മളെ വരാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് ഈ സെഡോണുണ്ട്, പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് 14 സീറ്റൊക്കെ നമ്മൾ മേടിച്ചിട്ടിട്ട് അങ്ങനെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റീസ്റ്റോറേഷൻ്റെ ചക്കം കിടപ്പുള്ളത്. ഇവിടെ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഞാൻ പോയി കണ്ടിരുന്നു. പിന്നെ ഞാൻ നമ്മളെ ഹജ്ജും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് വീഡിയോ എടുക്കുക. അതാ നമ്മളെ വണ്ടിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് കാര്യങ്ങളൊക്കെ സൂപ്പർ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ അതൊക്കെ വീട്ടിലെല്ലാവർക്കും ചെയ്യുന്ന വണ്ടിയാണ്. അതിൽ തന്നെ നമ്മൾ വണ്ടി നമ്പറൊന്നും വെച്ചിട്ടില്ല. നമ്പർ കാര്യങ്ങളൊക്കെ വൈകിയ വരുന്നതായിരിക്കും. നമ്മളെന്തായാലും ആദ്യം തന്നെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ തുടങ്ങാം. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്യാബിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ലൈറ്റ് വർക്കിനൊരു കുറവിൽ നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലൈറ്റ് വർക്ക് കാണിച്ചു തരാം. അപ്പോൾ ലൈറ്റ് വർക്ക് ഇതാണ്. ഈ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു വർഷത്തിന് മുകളിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വണ്ടി കയറാൻ ചാട്ടാക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ക്യാബിൻ്റെ വ്യൂ ഇതാണ് മക്കളെ. ഒരു അസ്ഥി കൂടത്തിൻ്റെ കൂടുതൽ കിഡിലിങ്ങനെ കാഴ്ചയാണ്. നമ്മൾ ഉള്ളിൽ കാര്യങ്ങൾ കാണിച്ചു തരാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഉള്ളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. സൂപ്പറായിട്ടുണ്ട്. വേറൊന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഇനി നേരെ ഇവിടുന്ന് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റിക്കർ വർക്കിന് പോകണം. സ്റ്റിക്കർ വർക്കാണെങ്കിൽ വേണ്ട നമുക്ക്, വേറൊന്നും നമുക്ക് വേണ്ട, സ്റ്റിക്കർ വർക്ക് മാത്രം മതി. ഇവിടുന്ന് എടുക്കാനാണ്. പിന്നെ നമ്മൾ ഹജ്ജും കാര്യങ്ങളൊക്കെ മതിലുമ്പോൾ കയറിയിട്ട് ഡ്രോൺ എടുത്ത് പറത്തുകയാണ്. അപ്പോൾ ഒക്കെയാണ് ഈ വീഡിയോകളൊക്കെ നമ്മൾ ഇങ്ങനെ വരുന്നത്. തട്ടാൻ ജസ്റ്റ് ഒന്ന് കുറേയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും ഇവിടെ തട്ടാതെ എടുക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി. പിന്നെ അപ്പോൾ കഴിഞ്ഞ് നമ്മളെ കഥയും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വണ്ടീൻ്റെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വീൽ കപ്പും കൂടി നമുക്ക് ഇനി വരാണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ വീൽ കപ്പ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വീൽ കപ്പിനെന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റും ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. അന്ന് നമ്മൾ നേരെ സ്റ്റിക്കർ വർക്കിൻ്റെ കടയിലേക്കാണ് പോകുന്നത്. സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. പിന്നെ നമ്മൾ മറ്റേ ബസ് എടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ തോന്നുന്ന റീസ്റ്റോറേഷൻ ബസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ തോന്നുന്ന റീസ്റ്റോറേഷൻ ബസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കൂടുതൽ ഈ ഒരു ഉൾസേരിയ ആയതുകൊണ്ടല്ലോ, ഉള്ളേരിയ ആയതുകൊണ്ട് ഇവിടെ ആൾക്കാരിങ്ങനെ വരും. പിന്നെ നമ്മളെ നെയിം ബോർഡ്, അതായത് നമ്മളെ നെയിം ബോർഡിന്മേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചൊക്കെ നല്ലൊരു കിഡിലെ സ്ഥലമൊക്കെയാണ് വന്നിട്ടുള്ളത്. വന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചെറുതായിട്ട് ഫോൺ നമ്മൾ ബസ്സിലായിട്ട് ഇന്തോനേഷ്യ കളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹാങ് ആയതാണ്. എന്താണെന്നറിയില്ല, ഫോണും കാര്യങ്ങളൊക്കെ മോഡ് ചെയ്തിട്ട് ഹാങ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇന്ന സ്ഥലത്തേക്ക് ഇവിടെ ഒന്നും മാപ്പൊന്നുമില്ല. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ യൂട്യൂബിൽ ഉണ്ടാവും, നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ കേരളം 34 സീറ്റ് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ മതി സ്റ്റിക്കർ കടയിലേക്ക്. ഇവിടുന്ന് കുറച്ചൊക്കെ പോയാൽ സ്റ്റിക്കർ, ചെറിയൊരു കടയാണ്. ചെറുതല്ല, കുറച്ച് കലിപ്പുള്ളതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. അപ്പോൾ നമ്മളൊരു വണ്ടീൻ്റെ മുമ്പിൽ ഞാനൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കടം കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് നമ്മൾ കടം കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കടം കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇവിടെയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇവിടെ അല്ല, സോറി ഗൈസ്,
അതാ ആ കാണുന്ന കടയാണ് നമ്മൾ കടങ്ങകളൊക്കെ ഇവിടെ നിന്ന് അടുപ്പിച്ചിട്ടാൽ മതി ഇവന്മാർ കാര്യങ്ങൾ സെറ്റാക്കി തരും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അവിടെയാണ് നമ്മളെ കടങ്ങ, ഇവിടെ അല്ല ആ കാണുന്ന സ്ഥലത്താണ്. ഇവിടെ പാർക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ബാക്കിൽ വണ്ടിക്കാരുണ്ടെങ്കിൽ മാറിയെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ വരാറില്ല കേട്ടോ. ഇവിടെ ഇവന്മാരെ കാര്യങ്ങൾ വിലക്കുറവിന് കൊടുക്കുകയാണ്, വിലക്കുറവിന് സ്റ്റിക്കർ അടിച്ച് കൊടുക്കുകയാണ്. ഇവിടെ ആരും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. സ്റ്റിക്കർ വർക്ക് സീനാണ്. നമ്മളൊരു നമ്മുടെ ഖലീഫിൻ്റെ മുന്നാബ്രോയുടെ എല്ലാവർക്കും അറിയാതിരിക്കുകയാണ്. മുന്നാബ്രോ എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നീ ഇവിടുന്ന് ചെയ്താൽ മതിയെന്ന്. ഓർക്കൊരു കമ്മീഷനാവും, മുന്നേക്കൊരു കമ്മീഷനാവും, നമുക്കൊരു കമ്മീഷനാവും. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈവനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്കർ അടിച്ച് ഇറങ്ങുമ്പോഴത്തേനും 3 മാസം സംതിങ് ആവുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് വണ്ടി ഒന്ന് കണ്ടിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇറക്കുക. ഇതിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇറക്കുക. നമുക്ക് എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി നേരെ 3 മാസം കഴിഞ്ഞ് കാണാം.